സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ബോണ്ട കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഹലോ ഫ്രണ്ട്സ്, ദിവ്യാസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് 2 മുട്ട നമുക്ക് ചേർക്കാം. അല്പം ഉപ്പ് ചേർക്കാം. ജീരകം ചേർക്കാം. അല്പം ചുക്ക് പൊടി കൂടെ ചേർക്കാം. അല്പം എള്ള് ചേർക്കാം. ജാറിലേക്ക് അല്പം പഞ്ചസാര ഇടാം. ഇതിൻ്റെ കൂടെ 2-3 ഏലക്കയും കൂടെ നമുക്ക് പൊടിക്കാം. അതിന് വേണ്ടിയാണ് പഞ്ചസാര ഇട്ടത്. പെട്ടെന്ന് പൊടിഞ്ഞ് നമുക്ക് കിട്ടും. പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചത് നമുക്ക് ചേർക്കാം. നമുക്കിത് നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിക്കാം. നമുക്കിതിനകത്ത് അല്പം വെള്ളം കൂടെ ചേർക്കാം. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞുമില്ലല്ലോ. ഇത് നല്ലൊരു 4 മണി പലഹാരമാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പഴയ രീതിയിലുള്ള ഒരു 4 മണി പലഹാരം. നല്ലവണ്ണം ഇത് കുഴച്ച് ഇതെടുക്കണം. ഇടയ്ക്ക് മധുരം ഉണ്ടോയെന്നുകൂടെ ഒന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാനിതുവരെ ഇത് എന്താണ് ഐറ്റം എന്ന് ഞാൻ പറഞ്ഞില്ല. ഇതാണ് കേക്ക് ബോണ്ട. ഇതിപ്പോൾ നമ്മൾ പരുവത്തിന് നമ്മൾ കുഴച്ച ഒരു മയമായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. എണ്ണ വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് മാവ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈ പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് വെള്ളത്തിൻ്റെ കൈ മുക്കി വെച്ച് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഇടാം. നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂടിപ്പോയാൽ അകത്ത് മാവ് വേവുകയില്ല. തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ടതൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ല? ഒക്കെ ഒന്ന് തിരിച്ചും മറിച്ചിടുമ്പോൾ വേവാത്തടവും വേവും. കുറച്ചുകൂടി നല്ലപോലെ കറുമുറാന്ന് മുരിഞ്ഞ് വേണ്ടവർക്ക് ഇച്ചിരി കൂടെ ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കാം. ഏകദേശം നമ്മുടെ ബോണ്ട പരുവമായിട്ടുണ്ട്. ആദ്യം ഇട്ട് നമ്മുടെ ഈ 3 നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ എടുക്കാം. ഇതും എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബോണ്ട റെഡി ആയിട്ടുണ്ട്. കേക്കിൻ്റെ ചേരുവയും ബോണ്ടയുടെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കേക്ക് ബോണ്ട എന്ന് വിളിക്കുന്നത്. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമ്മൾ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.